ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണ പ്രവർത്തികൾക്ക് 5 കോടിയുടെ ഭരണാനുമതിയായി. ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുക. അവഗണിച്ച സ്ഥാപനത്തെ പഴയ പ്രതാപത്തിലേക്ക് ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൃഷിയോട് താൽപ്പര്യമുള്ളവർക്ക് കലവറയാണ് പാലക്കാട് പട്ടാമ്പിയിലെ സെൻട്രൽ ഓർച്ചാർഡും 26 ഏക്കർ സ്ഥലവും. പച്ചക്കറി ഫലവൃക്ഷങ്ങൾ മുതൽ 7 നിറങ്ങളിലുള്ള ചെമ്പരത്തി വരെ ഇവിടെ സുലഭം. 6 മാസം കൊണ്ട് കായ്ക്കുന്ന മുരിങ്ങ, കുലകുലയായി കായ്ക്കുന്ന ചന്ദ്രക്കാരൻ മാമ്പഴം, നാടൻ ഇരുമ്പൻ പുളി, വാണിജ്യ സാധ്യതയുള്ള കുടംപുളി, കാപ്സിക്കം, മാതളം, ഓർക്കിഡ്, ആന്തൂറിയം തുടങ്ങി വൈവിധ്യങ്ങളായ ഇനങ്ങൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയമാണ് ഇവിടം. ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും ഇവിടെ ലഭിക്കും. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിൻ്റെ സമഗ്ര നവീകരണം, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 5 കോടിയാണ് അനുവദിച്ചത്. 20% ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. എന്നാൽ അത് വളരെ വിശദമായി അവിടെ കൃഷി വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം MLAയും ചേർന്നുകൊണ്ട് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അത് ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് ഇപ്പോൾ അതിന് അംഗീകാരം കിട്ടി. ഏറ്റവും സന്തോഷമുള്ള വാർത്ത 5 കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി എന്നുള്ളതാണ്. സെൻട്രൽ ഓർച്ചാർഡ് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഫാമാണ്. വളരെ കാലമായി ശോചനീയാവസ്ഥയിലായിരുന്നു. അത് ഏറ്റവും മികച്ച രീതിയിൽ നവീകരിക്കുക മാത്രമല്ല, ഫാം ടൂറിസം സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. പട്ടാമ്പിയിൽ ഇപ്പോൾ നമ്മളൊരു പാർക്ക് നിർമ്മാണം പൂർത്തീകരിക്കുകയാണ്. അതിൻ്റെ പുറമെ പട്ടാമ്പിയിലെ ജനങ്ങൾക്ക് കൃഷിയെ അടുത്തറിയാനും അതോടൊപ്പം ഫാം എന്നുള്ള നിലക്ക് വന്ന് കാണാനും കഴിയുന്ന രീതിയിൽ, ഒരു പൊതു ഇടം എന്നുള്ള നിലക്ക് വന്നിരിക്കാനൊക്കെ കഴിയുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ളൊരു ഫാം ആക്കി ഇത് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 5 കോടി രൂപ അനുവദിച്ചിട്ടുള്ളത്. ചെടികളുടെ പരിപാലനത്തിനായി 5 പോളി ഹൗസുകൾ അടക്കമുള്ള സൗകര്യം ഇവിടെയുണ്ട്. വിളകളും കൃഷിരീതിയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനും അവരിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിനും ഫാം ടൂറിസം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.